Assalamualaikum, welcome to my channel. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഒരു കളർഫുൾ ആയിട്ടുള്ള കോക്ടെയിൽ ആണ്. ക്യാരറ്റ്, പപ്പായ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ പപ്പായ വേണം. അത് ഏത് പപ്പായയും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തത് നാടൻ പപ്പായാണ്. ഒരു 1/4 കപ്പിനേക്കാളും കുറവ് വെള്ളം വെച്ച് വേവിച്ചെടുത്ത ക്യാരറ്റാണിത്. 1 കപ്പുണ്ട്. ഇനി 1 കപ്പ് പപ്പായ കൂടി എടുക്കുക. രണ്ടും ഒരു സെയിം അളവിന് തന്നെ എടുത്താൽ മതി. 2 കപ്പ് പാല് ഐസാക്കി എടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പപ്പായ നല്ല മധുരമുള്ള കാരണം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീമും ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ചേർത്തിട്ടില്ല. ഇതൊന്ന് ജ്യൂസ് അടിക്കുക. ഇത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ബദാം ചെറുതായി അരിഞ്ഞത്, ഹേസൽനട്ട്, കാഷ്യൂനട്ട്, കടലമിഠായി പൊടിച്ചത്, കുറച്ച് ബ്ലാക്ക് കിസ്മിസ്, കോൺഫ്ലെക്സ്, കയ്യിലുള്ള വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇടുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കോൺഫ്ലെക്സ് ഇത്തിരി കൂടുതൽ, അതുപോലെ തന്നെ ബ്ലാക്ക് കിസ്മിസും കുറച്ച് കൂടുതലൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് കോൺഫ്ലെക്സ് ഒക്കെ മീതിട്ട് കുറച്ച് കിസ്മിസൊക്കെ മീതെ വെതറിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലുള്ള ക്യാരറ്റ് ആവട്ടെ പപ്പായ ആവട്ടെ കിട്ടാനൊരു പ്രയാസമില്ല. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അത് നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.